നമുക്ക് ഏരിയ 15 കിട്ടി അല്ലേ? അപ്പൊ ഏരിയ 15 കിട്ടണമെങ്കിൽ സൈഡ് എന്താവും മക്കളെ? √15 വരണം. അപ്പൊ ഇനി നമ്മൾ എന്താണ് ഈ സൈഡ് √15 എങ്ങനെ വരുത്താന്നുള്ളത് നോക്കണം. നമുക്കറിയാം ഒരു സർക്കിൾ തന്നിട്ടുണ്ടെങ്കിൽ ആ സർക്കിളിന്റെ ഡയമീറ്ററിനെ കട്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് PC² = PA × PB ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ PC എന്ന് പറയുന്നത് എന്തായിരിക്കും? √PA × PB ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ PC എന്ന് പറയുന്നത് ഈ ലെന്ത് √15 നമുക്ക് വരണം. അങ്ങനെയാണെങ്കിൽ ഈ PAയും PBയും എന്തായാൽ മതി? ഇത് 5 സെന്റിമീറ്ററും ഇത് 3 സെന്റിമീറ്ററും ആയി കഴിഞ്ഞാൽ സൈഡ് നമുക്ക് 5 × 3 √15 കിട്ടില്ലേ എന്ന് നോക്കിയേ. കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മുടെ സൈഡ് എന്താന്ന് കിട്ടി? ഈ ഒരു കോഡ് നമ്മൾ 5 സെന്റിമീറ്ററും ഈ ഒരു ലെന്ത് നമ്മൾ 3 സെന്റിമീറ്ററും ആയിട്ട് ലൈൻ വരച്ച് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സ്ക്വയർ ആയി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് മക്കളെ? ഈ 5 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ഫിഗർ നമ്മൾ ചെയ്ത എന്താണോ അതുപോലെ ചെയ്താൽ മതി. ആദ്യം 8 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കാം. 8 സെന്റിമീറ്റർ ലൈൻ വരച്ച് 5, 3, 8. ഇനി 5 ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി എന്താണ് ഇതിന്റെ നടുക്ക് നമ്മൾ സർക്കിൾ വരയ്ക്കാൻ വേണ്ടി അതിന്റെ സെന്റർ കൂടെ മാർക്ക് ചെയ്യണം. അതെല്ലാം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിച്ചങ്ങ് മാർക്ക് ചെയ്യുക. അപ്പൊ ഇവിടം വരെയുള്ളത് 5 സെന്റിമീറ്റർ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് 3 സെന്റിമീറ്റർ ആയി. ഇനി നമ്മൾ നേരെ 8ന്റെ പകുതി 5, 3, 8, 8ന്റെ പകുതി 4 എടുത്ത് സെമി സർക്കിൾ വരയ്ക്കണം. സെമി സർക്കിൾ വരയ്ക്കാം കേട്ടോ. അപ്പൊ നമ്മളിവിടെ സെമി സർക്കിളേ വരയ്ക്കുന്നത്. നേരെ മുകളിലോട്ട് വരയ്ക്കാം, താഴോട്ടും വരയ്ക്കാം. അപ്പൊ നമ്മൾ നേരെ മുകളിലോട്ട് സെമി സർക്കിൾ വരച്ചു. സെമി സർക്കിൾ വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ സെമി സർക്കിൾ 3 സെന്റിമീറ്റർ കട്ട് ചെയ്യുന്ന അവിടെ വെച്ച് നേരെ സർക്കിളിലേക്ക് ലൈൻ വരയ്ക്കുക. ഇവിടെയല്ലേ 3 സെന്റിമീറ്റർ കട്ട് ചെയ്യണേ? ഒരിക്കലും 4 വരയ്ക്കരുത്, ഈ 3 വരയ്ക്കാമോ കേട്ടോ. ഈ ഡിസ്റ്റൻസ് നമ്മൾ നേരെ ലൈൻ ജോയിൻ ചെയ്ത് ഈ ഡിസ്റ്റൻസ് എടുത്തു. ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ സ്ക്വയറിന്റെ സൈഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നേരെ ഈ ഡിസ്റ്റൻസ് നമ്മൾ എന്തെടുത്തു? ലെന്തായിട്ട് എടുത്തു. ഈ ഡിസ്റ്റൻസ് എടുത്ത് നമ്മൾ ഇവിടെ ഒരു ആർക്ക് വരച്ചു. അതേ പോയിന്റ് ഇവിടെ എടുത്ത് നമ്മൾ ഇവിടെയും ആർക്ക് വരച്ചു. ഇനി ഈ പോയിന്റ് ഇവിടെ എടുത്ത് ഈ ലൈൻ അന്നേരം നമ്മളൊന്ന് നീട്ടി വരയ്ക്കും. ഇച്ചിരി കൂടി ഒന്ന് നീട്ടി അങ്ങ് വരച്ചോ, അല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് വരാതെ വരും. വരയ്ക്കുമ്പോൾ ഇത്രയും ഇച്ചിരി അങ്ങ് നീട്ടി വരച്ചു. അപ്പൊ നമ്മൾ കറക്റ്റ് ആ പോയിന്റ് അങ്ങ് കിട്ടുമല്ലോ നമുക്ക്. എന്നിട്ട് നോക്കിക്കേ, അപ്പൊ ആദ്യം എന്താ നമ്മൾ ചെയ്തത്? ഈ ലെന്താ നമുക്ക് സ്ക്വയറിന്റെ സൈഡ് തന്നെ അവിടെ എടുത്ത് നമ്മൾ വരച്ചു. ഇവിടെ കൊടുത്ത് നമ്മൾ ലൈൻ വരച്ചു. ഇനി ഈ പോയിന്റ് കുത്തി ഇവിടെ നമ്മൾ ഈ ഡിസ്റ്റൻസ് സെയിം ഡിസ്റ്റൻസ് ആയിരിക്കണം കേട്ടോ. ഒന്നുകൂടെ നമ്മൾ നോക്കിക്കൊള്ളണം. ഇവിടെ ഇത് കറക്റ്റ് അല്ലേ നോക്കിയേ. ഇനി ഈ സ്ക്വയർ അങ്ങ് ജോയിൻ ചെയ്ത നമുക്ക് പറയുന്ന ഏരിയ ഉള്ള സ്ക്വയർ. ഇനി നമ്മൾ ഈ ഒരു പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇവിടെ നോക്കുക. അപ്പൊ നമുക്ക് എന്താണ് 15 സെന്റിമീറ്റർ സൈഡ് വരുന്ന സ്ക്വയർ ഈ ഒരു പോർഷൻ ഏരിയ. അപ്പൊ ഇവിടെ √15 വരും. ഇത് ഈ സൈഡും √15 ആയിരിക്കും. അപ്പൊ ഇവിടെ വരുമ്പോൾ √15 × √15 വരും. 15 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 12 സെന്റിമീറ്റർ തന്നേക്കണം എന്ന് വെച്ചോ. അപ്പൊ നമുക്കറിയാം മക്കളെ, ഇവിടെ √12 വന്നാൽ ഇവിടെ √12 വന്നാൽ ഇവിടെ √12 × √12. അപ്പൊ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ വരും അല്ലെ? അപ്പൊ അതായത് സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു സൈഡ് × സൈഡ്. ഏത് നമ്പർ തന്നാലും ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ സൈഡ് എന്താവണം? √12 വരണം, × √12 വരും. അപ്പൊ 2 √12 നമുക്ക് ഒരു √12 പുറത്തെടുത്തു. അപ്പൊ നമുക്ക് എന്താണ്? ഏരിയ √12 വരും. ഇനി നമ്മൾ നോക്കിക്കേ, ഈ സൈഡ് √12 വരണമെങ്കിൽ എന്താവണം? നമുക്ക് നമ്മുടെ പഠിച്ച സർക്കിളും കോഡും ലെന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സർക്കിളിന്റെ ഡയമീറ്ററിൽ കൂടെ ഒരു ലൈൻ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഈ ഒരു നീളം എന്ന് പറഞ്ഞാൽ PC² എന്ന് പറഞ്ഞാൽ PA × PB എന്ന് നമ്മൾ ആദ്യത്തെ പോലെ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ ലെന്താണ് നമുക്ക് √12 വരണത്. ഈ ലെന്ത് √12 വരണമെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയേ, PC എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? PA × PB അല്ലേ? അപ്പൊ PA × PB. അപ്പൊ ഈ ഡിസ്റ്റൻസ് √12 വരണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് 6ഉം 2ഉം എടുക്കാം, അല്ലെങ്കിൽ 4ഉം 3ഉം ഏത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ നമ്മൾ 4ഉം 3ഉം എടുക്കുവാന്ന് വെച്ചോ. അപ്പൊ 4 × 3
4 into 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? √12 വരും. കറക്റ്റ് അല്ലേ നോക്കിയാൽ? അപ്പൊ സൈഡ് √12 കിട്ടില്ലേ? അപ്പൊ നമ്മൾ ആൻസറായി. ഇനി നമ്മൾ ഇത് എങ്ങനെ വരയ്ക്കാന്ന് നോക്കിയേ. ഇനി നമുക്ക് നിസ്സാരമായിട്ട് വരയ്ക്കാം അല്ലേ? ഈ സെന്റിമീറ്റർ 4, ഇത് 3. അപ്പൊ 4 3 എത്ര സെന്റിമീറ്റർ നമ്മൾ ഡിസ്റ്റൻസിൽ എന്തെടുക്കണം? 7 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് എടുക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് 7 സെന്റിമീറ്റർ ലെന്ത് എടുത്തു. ഇവിടെ തൊട്ട് ഇവിടം വരെ 7. ഇനി ഇവിടെ നിന്ന് ഒരെണ്ണം 4, ഇത് 3, ഇത് 4, ഇത് 3. ഇനി 7ന്റെ പകുതി എന്ന് പറയുന്നത് റേഡിയസ് സർക്കിൾ വരയ്ക്കാൻ വേണ്ടി നേരെ പകുതി എടുക്കുമ്പോൾ 3.5 ഇവിടെ വരും. അത് കറക്റ്റായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തോളണം. 3.5 എടുത്തു. ഇനി നമ്മൾ എന്താണ് ഈ 3.5 റേഡിയസിൽ സെമി സർക്കിൾ വരയ്ക്കണം. മാറിപ്പോരുത് കേട്ടോ. 3.5 തന്നെ എടുക്കണം. 3.5 റേഡിയസിൽ നമ്മൾ സെമി സർക്കിൾ വരച്ചെടുത്തു. 3.5 സെന്റിമീറ്റർ റേഡിയസിൽ സെമി സർക്കിൾ വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ സെമി സർക്കിൾ ഈ 4ഉം 3ഉം കൂടെ ജോയിൻ ചെയ്ത് വരുന്ന കട്ട് ചെയ്യുന്ന ആ പോയിന്റിനകത്ത് ലൈൻ വരച്ച് നമ്മൾ സ്ക്വയറിന്റെ സൈഡ് എടുത്താൽ മതി. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ √12 ആയിരിക്കും നമ്മുടെ റൂൾ അനുസരിച്ച് അല്ലേ? 4ഉം 3ഉം. അപ്പൊ ഈ ഒരു ലെന്താണ് നമുക്ക് ശരിക്കും എന്തെന്ന് പറയുന്നത്? സ്ക്വയറിന്റെ സൈഡായിട്ട് വരുന്ന ഏത് പ്രോബ്ലം വന്നാലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുണ്ട് ഈ ഡിസ്റ്റൻസ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇത് മാർക്ക് ചെയ്തു, ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് മാർക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ഈ ലൈൻ വരയ്ക്കുമ്പോൾ ഇച്ചിരിയോടെ നീട്ടി വരച്ച നമുക്ക് ആ നീട്ടി വരച്ചങ്ങ് ഈ പോയിന്റ് ഡിസ്റ്റൻസ് എടുക്കാം. മാർക്ക് ചെയ്യാൻ എളുപ്പത്തിന് ഈ ലൈൻ ഒന്ന് നീട്ടി ഇങ്ങനെ വരച്ചു. ഇനി അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് ഈ ഡിസ്റ്റൻസ് ഇവിടെ എടുത്ത് കറക്റ്റ് ആണെന്ന് നോക്കണം. ഈ ഡിസ്റ്റൻസ് ഇവിടെ ആരോ എടുത്തു. അപ്പൊ എല്ലാ ഡിസ്റ്റൻസ് സെയിം അല്ലെന്ന് നോക്കി. ഇതിവിടെ, ഇതിവിടെ, ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ് ഇവിടെ, ഇവിടെ നിന്ന് ഇവിടെ. പരിപാടി തീർന്നു. ഇനി എന്താ ചെയ്താൽ മതി മക്കളെ? ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ പോരെ? അപ്പൊ ഈ ലൈൻ ജോയിൻ ചെയ്തു, ഇത് ജോയിൻ ചെയ്തു. ഇതൊക്കെ എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റ് ഷെയ്ഡ് ചെയ്യണം. നേരെ ഇതൊന്ന് ഷെയ്ഡ് ചെയ്തെടുത്താൽ നമ്മുടെ എന്താണ് ഏരിയ 12 സെന്റിമീറ്റർ വരും. ഇതിന്റെ ഏരിയ √12 ഇൻറ്റു √12 വരും. 12 സെന്റിമീറ്റർ വരും. നമുക്ക് വരയ്ക്കാൻ പറഞ്ഞ ഫിഗറായി. ഇതുപോലെ നമുക്ക് എത്ര വേണേലും വരയ്ക്കാം. ഇപ്പൊ നമ്മൾ ഡ്രോ എ സ്ക്വയർ വിത്ത് ഏരിയ എത്രയാണ്? ഏരിയ നമ്മൾ വേണമെങ്കിൽ 16 സെന്റിമീറ്ററോ 16 സെന്റിമീറ്റർ വരയ്ക്കാം, 12 സെന്റിമീറ്റർ വരയ്ക്കാം. ഏത് വേണമെങ്കിൽ ഏത് ഏരിയയിൽ വേണമെങ്കിൽ 16 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് വെച്ചോ. 16 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? 16 വരണ്ടേ? അപ്പൊ n2 16 വരണം. അപ്പൊ PC എന്ന് പറഞ്ഞാൽ എന്ത് വരും? √8 ഇൻറ്റു 2 എടുക്കാം നമുക്ക്. n2 16 വരും. അപ്പൊ 8 2 10 സെന്റിമീറ്റർ നീളം എടുക്കുക. അതിന്റെ 10ന്റെ പകുതി 5 എടുക്കുക. നമ്മൾ സെമി സർക്കിൾ വരയ്ക്കുക, റേഡിയസ് എടുത്ത്. എന്നിട്ട് ഈ വരുന്ന ഇത് രണ്ടും കൂടെ വരുന്ന ഈ ഡിസ്റ്റൻസ് ലെന്തായിട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഏരിയ ഉള്ള സ്ക്വയറായി കിട്ടും. ഇതുപോലെ നമുക്ക് എത്ര എക്സാമ്പിൾസ് വേണമെങ്കിലും ചെയ്ത് നോക്കാം. നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനകത്ത് ഇതുപോലെ കുട്ടികൾക്ക് വളരെ ഈസിയായി പഠിക്കാൻ പാകത്തിന് ഓരോ പ്രോബ്ലത്തിനും ഇഷ്ടംമാതിരി എക്സാമ്പിൾസ് ഉണ്ട്. അത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. മാക്സിമം അത് പ്രയോജനപ്പെടുത്തുക. മാത്സ് ഏറ്റവും ഈസി ഉള്ള വിഷയമാക്കി മാറ്റുക.